ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങളൊരു പുതിയ വെറൈറ്റി ഉണ്ടാക്കാനായിട്ട് പോവാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചില്, ചേമ്പ്, ചേനയൊക്കെ വീടുകളിൽ കോമൺ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കാച്ചിൽ എന്നാന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അവരെ അതൊന്ന് എന്താണെന്നൊന്നും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. അപ്പൊ അവർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഒരു വെറൈറ്റി സ്നാക്സ് ഇന്ന് ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് പോയാലോ? ശരി, നമ്മള് കാച്ചില് ചെത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒരു പാത്രത്തിലേക്കാക്കി തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം നമുക്ക്. കാച്ചില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് റെഡി ആവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കൊഴുക്കട്ടയ്ക്കുള്ള അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. വെന്ത് ഇരിക്കുന്ന കാച്ചിൽ നമ്മൾ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ. ഒരു നുള്ളി ഏലക്ക പൊടിച്ചും കൂടി ചേർക്കുകയാണ്. ഓക്കെ, അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ കൊഴുക്കട്ടയായിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് പേസ്ട്രിക്കകത്ത് വെച്ചിട്ടും ഈ കാച്ചിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. ഞങ്ങളിപ്പം ഷുഗറാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 എണ്ണം പേസ്ട്രിക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബേക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ കാച്ചിൽ വെച്ച കൊഴുക്കട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. മധുരമൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ശോഭയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എങ്ങനെയുണ്ട്?